തീർച്ചയായും സമ്മർദ്ദം ചെലുത്തി. ഒരു ഘട്ടത്തിൽ ഭീഷണി വരെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരിട്ട് BJP-യിലേക്ക് പോകുമെന്നല്ലെങ്കിൽ പോലും അത്തരം സൂചനകളാണ് പരോക്ഷമായി കെ സുധാകരൻ നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം പോലും വൈകിപ്പിക്കാതെ തന്നെ അതിലേക്ക് പോവുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പരോക്ഷമായ രീതിയിൽ ചില നീക്കങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ താൻ നേരിട്ട് പോയി ചുമതല ഏറ്റെടുത്തേക്കും എന്നുവരെ കെ സുധാകരൻ അണികളോട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു എംബാരസ്മെന്റ് സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇന്ദിരാഭവനിലേക്ക് കെ സുധാകരൻ വന്ന് അധികാരം ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നേക്കുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും താൽക്കാലികമായി വെടിനിർത്തിയെങ്കിലും ആ വെടിനിർത്തലിനുള്ളിലുള്ള അസ്വാരസ്യങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹസൻ ഉണ്ടായിരുന്നില്ല, അവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നില്ല, മുതിർന്ന നേതാക്കൾ ആരും തന്നെ ആ ഘട്ടത്തിൽ അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചുമതല കെ സുധാകരൻ ഏറ്റെടുത്തു. താൽക്കാലികമായി തെരഞ്ഞെടുപ്പിന് ഫലം